ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ഈ 2-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക വിഷയം പൗലോസ് സഭയോട് പറയുക. ആ വിഷയം പൗലോസും ദൈവസഭയും ചേർന്ന് ആ സഭയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ശിക്ഷാ നടപടി കൈക്കൊള്ളുകയും എന്നാൽ അത് ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുകയും അനുദപിക്കുകയും ചെയ്തു എന്ന് പൗലോസിന് ബോധ്യമായപ്പോൾ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനത്തിൽ പറഞ്ഞ വാക്കാണ്, അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ. എന്ന് വെച്ചാൽ ഈ ശിക്ഷാ നടപടി അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി പിശാചിന്റെ കയ്യിൽ പൂർണ്ണതയിൽ ചെല്ലാതെ അവൻ മടങ്ങി ദൈവസന്നിധിയിൽ വിശ്വസ്തനായി ജീവിക്കുവാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ശിക്ഷാ നടപടികൾ റദ്ദു ചെയ്ത് വീണ്ടും ദൈവസഭയിലെ അംഗമാക്കി വീണ്ടും ദൈവസഭയിൽ പ്രയോജനപ്പെടുത്തുവാൻ അവനെ ഉപയോഗിക്കണം എന്നുള്ള ആഹ്വാനത്തോടെ ആണ് ഈ ഭാഗം എഴുതുന്നത്. അവിടെ പൗലോസ് കോട്ട് ചെയ്യുന്ന ഒരു പദമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുത്ത ഈ ഭാഗം. അവിടെ പൗലോസ് പറയുകയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ദൈവമക്കളെ, ഈ ഒരു പദം നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും കരുതിയിരിക്കേണ്ടതാണ്. ദൈവസഭയിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, പിശാച് ജയിക്കുന്ന മേഖലകൾ ഒരിക്കലും അനുവദിക്കരുത് എന്നത് ദൈവം നമുക്ക് തരുന്ന, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായി ഈ വചനത്തെ നമ്മൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ജനത്തെ ബോധവൽക്കരിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മെ തോൽപ്പിക്കുന്ന, നമ്മെ പുറകോട്ട് കളയുന്ന, നമ്മളെ നിത്യതയിൽ അകറ്റുന്ന, നാം സന്തോഷിക്കാതെ സമാധാനത്തിൽ ജീവിക്കാതിരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മേഖല ഉണ്ടെന്ന് നാം അറിഞ്ഞു വേണം നമ്മുടെ എല്ലാ പ്രവർത്തികളും ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ജയിപ്പിക്കുവാനും നമ്മളെ മുന്നോട്ട് പോകുവാനും നമുക്ക് ഉയർച്ച തരുവാനും നമുക്ക് സമൃദ്ധി തരുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും ആഗ്രഹിക്കുന്നു എന്നതുപോലെ തന്നെ പിശാച് നമ്മെ തോൽപ്പിക്കുവാൻ, നമ്മളെ കൊന്നുകളയുവാൻ, നമ്മളെ മുടിച്ചു കളയുവാൻ, നമ്മെ ശൂന്യമാക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്നത് ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം. ചില ആളുകളുടെ വാക്കുകൾ ഇങ്ങനെയാണ്, പിശാച് എന്നൊന്നില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, മനുഷ്യ, ഹല്ലേലൂയ സ്തോത്രം, കുലത്തെ, ഹല്ലേലൂയ സ്തോത്രം, മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തി എപ്പോഴും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം, നമ്മൾ ഹല്ലേലൂയ ആദം ഹൗവ ദമ്പതിമാരുടെ കുടുംബജീവിതത്തിൽ തുടങ്ങി പ്രൈസ് ദി ലോർഡ് ഫിലിപ്പാട് പുസ്തകം വരെയുള്ള സ്തോത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ തന്ത്രം മെനഞ്ഞ് നശിപ്പിക്കുവാൻ ശ്രമിച്ച ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ നമുക്ക് എടുത്തെടുത്ത് ഇതിനകത്ത് പറയണം. പക്ഷേ അത് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഈ സ്തോത്രം ധ്യാന ചിന്ത ദീർഘമാക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്ന ദൈവമക്കളെ, സ്തോത്രം, അവൻ
തകർക്കുവാൻ ശ്രമിച്ച കുടുംബങ്ങൾ, അവൻ തകർക്കുവാൻ ശ്രമിച്ച വ്യക്തികൾ, അവൻ തകർക്കുവാൻ ശ്രമിച്ച തലമുറകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തിരിച്ചറിവ് ഇങ്ങനെയായിരിക്കണം: നമ്മെ തോൽപ്പിച്ചു കളയുവാൻ, നമ്മളെ തലകുനിച്ചു കളയുവാൻ, നമ്മളെ കൊന്നുകളയുവാൻ പിന്തുടരുന്ന ഒരു പിശാചിന്റെ ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായിട്ട് അവിടെ സ്തോത്രം പൗലോസ് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, സ്തോത്രം, പിശാച് തോൽപ്പിക്കുന്നത് തന്ത്രങ്ങൾ കൊണ്ടാണ്. തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ സ്തോത്രം അവൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ ഉപയോഗിക്കുന്ന സ്തോത്രം അവന്റെ സ്തോത്രം ആയുധം എന്നത് തന്ത്രമാണ്. ദൈവമക്കളെ, ഇത് ഒരു യുദ്ധത്തോട് ഉപമിച്ച് വേണം എനിക്കത് പറഞ്ഞു തരാൻ, എങ്കിലേ നാം മനസ്സിലാക്കുകയുള്ളൂ. ഇക്കാലത്ത് ഒത്തിരി യുദ്ധങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇന്നലകളിലെ യുദ്ധങ്ങളെ ഒക്കെ പഠിച്ചാൽ ശക്തി കൊണ്ടും, പ്രൈസ് ദി ലോർഡ്, അതുപോലെ കേവലം ആയുധം കൊണ്ടും ഒന്നുമല്ല യുദ്ധത്തിന്റെ ജയം നിശ്ചയിക്കുന്നത്. യുദ്ധത്തിന്റെ ജയം നിശ്ചയിക്കുന്നത് തന്ത്രങ്ങൾ കൊണ്ട്. ഹല്ലേലൂയ. ഒരു രാജ്യം, ഒരു വ്യക്തി ഒരു യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അവൻ ആ യുദ്ധതന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. യഥാർത്ഥമായി നല്ല യുദ്ധതന്ത്രജ്ഞന് മാത്രമേ ഒരു യുദ്ധം ജയിക്കുവാൻ കഴിയുകയുള്ളൂ. ശക്തിയോ ആയുധമോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇനിയും സേനകളോ, ഹല്ലേലൂയ, സാഹചര്യങ്ങളോ എല്ലാം അനുകൂലമായാലും തന്ത്രം കറക്റ്റ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ചെങ്കടലിന്റെ കരയ്ക്ക് നിൽക്കുന്ന ജനത്തെ കണ്ടിട്ട് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, അവർ യുദ്ധം ചെയ്യാൻ അറിയാത്ത, യുദ്ധതന്ത്രങ്ങൾ അറിയാത്തവരെന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഒരാൾ പോലും തൻ്റെ ജനത്തെ കടലിന്റെ അഴുകിലേക്ക് കൊണ്ടുപോവുകയില്ല. അത് ഹല്ലേലൂയ വഴിയടപ്പാകുന്നു എന്നുള്ള ഒരു ചിന്ത, പ്രൈസ് ദി ലോർഡ്, പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യുദ്ധതന്ത്രങ്ങളാണ് ജയത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, ആധാരം എന്നുള്ളത്. അപ്പോൾ പിശാച് തോൽപ്പിക്കുന്നത് അവൻ തന്ത്രങ്ങൾ കൊണ്ടാണ്. അത് നാം അറിഞ്ഞ് മുന്നേറുന്നില്ലെങ്കിൽ, അവന്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോയാൽ നാമും പരാജയപ്പെടും എന്നുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ധ്യാന ചിന്തയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: തോൽപ്പിക്കുവാൻ നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, നിന്റെ പ്രൊഫഷനെ, പ്രൈസ് ദി ലോർഡ്, നിന്റെ തലമുറയെ, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ഭൗമിക ജീവിതത്തെ ഒക്കെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിയുണ്ട്. അത് പൈശാചിക മേഖലയാണ്. അതൊരു തിരിച്ചറിവായിരിക്കണം. തന്ത്രങ്ങൾ കൊണ്ടാണ് അതവൻ ചെയ്യുന്നത് എന്നത് നാം അറിഞ്ഞ് ആ തന്ത്രത്തെ അതിജീവിക്കുവാൻ ഈ പകൽക്കാലം നമ്മൾക്കിടയാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ചേർന്ന് പറവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5-ന്റെ 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, സാത്താൻ ആരെയും വിഴുങ്ങുവാൻ തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് അവിടെ നാം പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ ഒരു തന്ത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ, പ്രൈസ് ദി ലോർഡ്, വിഴുങ്ങുവാൻ ചുറ്റി നടക്കുന്നവന്. അപ്പോൾ നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു മേഖല, പ്രൈസ് ദി ലോർഡ്, എപ്പോഴും അവൻ, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റും നമ്മെ വിഴുങ്ങുവാൻ നടക്കുന്നു എന്നൊരറിവ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ട്, സ്തോത്രം, അവിടെ തന്നെ സ്തോത്രം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പദമാണ്, അവൻ
അലറുന്ന സിംഹമെന്ന്. അലറുന്ന സിംഹം എന്ന് വെച്ചാൽ മറ്റൊരുവന്റെ ഒരു ആയുധം ഇവൻ ചുറ്റി നടക്കും വിഴുങ്ങാൻ എന്ന് നമ്മൾ അറിയുക. രണ്ടാമത് നമ്മൾ അറിയേണ്ടത് ഇവൻ അലറുന്നവന് എന്ന് വെച്ചാൽ ഇവന്റെ ഒരു ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ നമ്മെ തോൽപ്പിക്കുന്നത് ശബ്ദം കൊണ്ടാണ്. പലപ്പോഴും ഹല്ലേലൂയ അവൻ ശബ്ദം കൊണ്ട് തോൽപ്പിക്കും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവന്റെ കയ്യിൽ മറ്റായുധമൊന്നുമില്ല. നമ്മളെ ഭയപ്പെടുത്തുവാൻ, നമ്മളെ ചിന്തകളിട്ട് വിചാരങ്ങളിട്ട് ഭയപ്പെടുത്തുവാൻ. അവിടെ ആ പത്രോസ് അതിന് മുകൾ ഭാഗത്തൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്താകുലം എന്നുള്ള, ചിന്താകുലമിട്ട്, ആകുലതയിട്ട്, അങ്ങനെയൊക്കെ നമ്മളെ സ്തോത്രം നമ്മളെ ഭയപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു ചിന്ത സ്തോത്രം അവിടെ തന്നെ എഴുതിയിരിക്കുന്നു. സ്തോത്രം, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിന്റെ അസ്ഥിരത വരുത്തിക്കളയവൻ എന്ന് വെച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് കോട്ടം വരുത്തും, ദൈവത്തെ അവിശ്വസിപ്പിക്കും. എന്നാൽ പ്രൈസ് ദി ലോർഡ് പൗലോസ് പറയുകയാണ്, സ്ഥിരതയുള്ളവരായി എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. സ്ഥിരതയുള്ളവരായി എതിർത്ത് നിൽക്കുക എന്നൊരു പദം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പറയുവാനിടയായി തീരുന്നത് സ്തോത്രം, ഒന്ന്, അവൻ വിഴുങ്ങുവാൻ ചുറ്റി നടക്കും. രണ്ട്, സ്തോത്രം, അവൻ ആകുലതയും ആശങ്കയും ഇട്ട് അലറിക്കൊണ്ട് ഭയപ്പെടുത്തുവാനായി ശ്രമിക്കും. പ്രൈസ് ലോർഡ്. മൂന്നാമതായിട്ട് സ്തോത്രം, ഹല്ലേലൂയ, അവിശ്വാസമിട്ട്, ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിട്ട് നമ്മളെ അസ്ഥിരപ്പെടുത്തി കളയും. പ്രൈസ് ലോർഡ്. എന്നാൽ സ്ഥിരതയുള്ള വിശ്വാസമാണ് സ്തോത്രം അവിടെ നമുക്ക് ജയിക്കുവാൻ വേണ്ടി ഇടയായി തീരുന്നത്. സ്തോത്രം. പിന്നെ നമ്മൾ മുൻപോട്ട് പോയാൽ ഒത്തിരി വാക്യങ്ങൾ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. 1 കൊരിന്ത്യർ 7:15 നമ്മൾ 7:5 നമ്മൾ വായിക്കുന്നത് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അല്പനേരത്തേക്കല്ലാതെ നിങ്ങൾ ഹല്ലേലൂയ പിരിഞ്ഞിരിക്കരുത് എന്ന് വെച്ചാൽ അവിടെ അർത്ഥമാക്കുന്ന ഇതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മാറിയിരിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ ഇടയിൽ കയറി പ്രവർത്തിക്കും. അപ്പൊ കുടുംബ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അല്പനേരത്തെ സംസാരങ്ങൾ, സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾ കുറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് പിശാചാണ് എന്നത് ഇന്ന് പകൽക്കാലം നമ്മൾ അറിയണം. അപ്പൊ നോക്കണം, അവന്റെ തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തെ അകറ്റി നിർത്തുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ പൂർണ്ണ മനസ്സിൽ മാറി നിൽക്കാവൂ, അല്ലാത്ത സമയത്തെല്ലാം പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ഒരുമനതയോടെ സന്തോഷത്തിലും ഐക്യതയിലും ഇരിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുമ്പോൾ പിശാചിന് അവിടെ കയറുവാനായിട്ട് കയറും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അനനിയാസിനെയും സഫീറയെയും കുറിച്ച് പറയുന്ന ചിന്തകൾ അവിടെ കാണുവാനിടയായിത്തീരുന്നുണ്ട്. അവിടെ ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് അവരോട് പറയുന്നത്, സ്തോത്രം, നിങ്ങൾ വസ്തു വിൽക്കുന്നതിന് മുൻപ് അത് നിങ്ങളുടേതല്ലായിരുന്നുവോ? സ്തോത്രം, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത്? സ്തോത്രം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനോട് പ്രൈസിനോട് കള്ളം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ഒരു പദം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ പത്രോസ് അനനിയാസെ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിപ്പാനും നിലത്തിലെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ന്. നിങ്ങൾ നോക്ക്. അപ്പൊ ഇടപാടുകളിൽ, നമ്മുടെ സംസാരങ്ങളിലൊക്കെ പിശാച് കയറി നമ്മളെ തോൽപ്പിക്കും. നോക്കണം, അനനിയാസും സഫീറയും മരിച്ചു വീണതിന്റെ കാരണം സാത്താൻ അവരുടെ ഹൃദയത്തെ അല്ലെങ്കിൽ കൈവശമാക്കി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ ഇടപാടുകളിൽ ഹല്ലേലൂയ, സ്തോത്രം, പിശാച് കയറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്നാണ്. അപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിന് വിരോധമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം അറിയേണ്ടത് ഹല്ലേലൂയ, സ്തോത്രം,
ഹല്ലേലൂയ, അവന്റെ തന്ത്രത്തിൽ നമ്മൾ കുടുങ്ങി എന്നതാ. അപ്പൊ നമ്മളെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നത് പിശാചാണ് എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 11:3 സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളെയും വഞ്ചിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ നോക്കണം, ഉപായത്തിൽ, തന്ത്രത്തിൽ, നമ്മളെ അത് ഡിസീവിങ്, ചതിക്കുന്ന ഒരു പൈശാചിക മേഖല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ തുടങ്ങി, സ്തോത്രം, ഹല്ലേലൂയ, ഒത്തിരി വാക്യങ്ങൾ എടുത്ത് എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കും. അപ്പൊ നോക്കണം, വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ചിന്തകളിൽ, വിചാരങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ മേഖലയിൽ എല്ലാം ഇവൻ തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മളെ തോൽപ്പിക്കുവാൻ നിൽക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് തരുന്നതിന്റെ കാരണം ഇതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ തന്ത്രത്തിൽ കുടുങ്ങി, അവന്റെ നമ്മൾ തോറ്റ് ഈ ഭൂമിയിൽ നിത്യ നരകത്തിലേക്ക് പോകുവാൻ പിശാച് ശ്രമിക്കുന്നുണ്ട്. നാം ആരും അതിൽ ചെന്ന് പെടരുത്. അതിനൊരു റെമഡി നമുക്ക്, സ്തോത്രം, നമുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കുക എന്നത്. അതുപോലെ അതിന്റെ ഒരു റെമഡി എഫേസ്യ ലേഖനം 5:15 പറയുന്നത്, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കുവാൻ ശ്രമിക്കും. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവിക ജ്ഞാനം നമ്മിൽ നിറയപ്പെടട്ടെ. വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടാകട്ടെ. ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഇടപാടുകളും ദൈവമുമ്പാകെ സുതാര്യങ്ങളായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കള്ളം പറഞ്ഞ്, വഞ്ചനയിൽ, ചതിയിൽ, തന്ത്രങ്ങളിൽ അവന്റെ കയ്യിൽ പെട്ടുപോയി ഈ ഭൂമിയിൽ നമ്മുടെ വിശ്വാസ ജീവിതവും വ്യക്തിപരമായ ജീവിതവും തോറ്റുപോകാനിടയാകാതിരിക്കുവാൻ ഈ വചനം ജനത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ്, സ്തോത്രം, ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സാത്താൻ നമ്മെ തോൽപ്പിക്കാതെ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനം അങ്ങയുടേതാ, അങ്ങയുടെ ജനമാ. കർത്താവേ, സാത്താൻ, ഹല്ലേലൂയ, ഒരു കുടുംബത്തെ തോൽപ്പിക്കാതെ, ഒരു വ്യക്തിയെ തോൽപ്പിക്കാതെ, ഹല്ലേലൂയ, ഒരു തലമുറയെ തോൽപ്പിക്കാതെ, അവിടുന്ന് കർത്താവേ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവജനത്തിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഇവിടെ കൊരിന്ത്യ സഭയിലെ ഒരു വ്യക്തി നശിച്ച് അവന്റെ തന്ത്രത്തിൽ കുടുങ്ങാതിരിക്കേണ്ടതിന് ദൈവസഭയോട് പറയുന്നു, അവനെ തിരിച്ചടിച്ച്, പ്രൈസ് ദി ലോർഡ്, വീണ്ടും ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവസരം കൊടുക്കണം. കാരണം ഹല്ലേലൂയ, പിശാചിന് തോൽപ്പിക്കുവാൻ അവസരം കൊടുക്കരുത് എന്ന്. ഇത് പകൽക്കാലം കർത്താവേ, ഈ വചനത്താൽ കർത്താവേ ജനത്തെ അനുഗ്രഹിച്ച് കർത്താവേ, ഞങ്ങൾ തോൽപ്പിക്കപ്പെടുന്നവരായിട്ടല്ല, അങ്ങ് ഞങ്ങളെ ജയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങ് ഞങ്ങൾ ജയിച്ചവരെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ, അത് കർത്താവേ ജയിച്ചവരായി, വിശ്വസ്തരായി അങ്ങയുടെ മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.